മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ മുട്ടയും 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഞാനിപ്പോൾ 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അത് കുത്തി ഉടക്കൊന്നും ചെയ്യാതെ പതുക്കൊന്നും കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൊന്നും ഉടഞ്ഞു പോകാത്ത തരത്തിൽ ഒന്ന് പതുക്കെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 കപ്പ് പാലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്പൂണ് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് എടുക്കണം.